ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പുതുതലമുറയിലെ പങ്കാളികൾക്കിടയിൽ സാമ്പത്തിക സുതാര്യതയ്ക്കും വ്യക്തിപരമായ അതിർവരമ്പുകൾക്കും അല്ലെങ്കിൽ ബൗണ്ടറീസിനും വളരെയധികം പ്രാധാന്യമുണ്ട്. വിവാഹത്തിന് മുമ്പ് ദമ്പതികൾ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ഇതിൽ ഒന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് മണി മാറ്റേജ്. പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം സാമ്പത്തിക സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനം കടബാധ്യതകൾ ഉൾപ്പെടുത്തുക എന്നതാണ്. അതിൽ തന്നെ എഡ്യൂക്കേഷൻ ലോണുകളെ പറ്റിയും ക്രെഡിറ്റ് കാർഡുകളെ പറ്റിയൊക്കെ തുറന്ന് സംസാരിക്കുക. മറ്റൊന്ന് യുവേഴ്സ്, മൈൻ ആൻഡ് അവേഴ്സ് അക്കൗണ്ട്. അതായത് നിങ്ങളുടെ, എൻ്റെ, നമ്മുടെ അക്കൗണ്ട്. എല്ലാ പൈസയും ഒരേ അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം അക്കൗണ്ടുകൾ, കൂടാതെ വീട്ടുചെലവുകൾക്ക് ഒരു ജോയിൻ്റ് അക്കൗണ്ട്. മറ്റൊന്ന് സാമ്പത്തിക ലക്ഷ്യങ്ങളാണ്. വീട് വാങ്ങിക്കുക, ദൂരയാത്രകൾ ചെയ്യുക, നേരത്തെ വിരമിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കാളിയുമായിട്ട് പങ്കുവയ്ക്കാവുന്നതാണ്. മറ്റൊന്ന് എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ അടിയന്തര ഫണ്ട്. അപ്രതീക്ഷിതമായി അവർക്ക് ജോലി നഷ്ടപ്പെടുകയോ എന്തെങ്കിലും അപ്രതീക്ഷിത ചെലവുകൾ വരികയോ ചെയ്താൽ ഒരു അടിയന്തര ഫണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യകതയെപ്പറ്റി ചർച്ച ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മ്യൂച്വൽ ആയിട്ടതിനെ പറ്റിയും ചർച്ച ചെയ്യുന്നതാണ്. മറ്റൊന്ന് പ്രോപ്പർട്ടി റൂൾസാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പേരുള്ള പ്രോപ്പർട്ടീസ് അവരവരുടെ പേരിൽ തന്നെ വെക്കുക. കല്യാണം കഴിഞ്ഞ ശേഷം അത് മറ്റൊരാളുടെ പേരിൽ മാറ്റുന്നത് ശരിയായ രീതിയായിരിക്കും. അതേപോലെ തന്നെ ഗോൾഡ് ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും ഗോൾഡും അവരവരുടെ ലോക്കറിൽ തന്നെ വെക്കേണ്ടതാണ്. ഇനി രണ്ടാമത്തത് വ്യക്തിപരമായ അതിർവരമ്പുകൾ അല്ലെങ്കിൽ ബൗണ്ടറീസ്. കല്യാണശേഷവും സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി വ്യക്തിപരമായ അതിർവരമ്പുകൾ ആവശ്യമാണ്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിപരമായ സമയം. പങ്കാളികൾക്ക് അവരുടെ ഹോബീസിനും ഏകാന്തതയ്ക്കും വേണ്ടി വ്യക്തിപരമായ സമയം നൽകേണ്ടതാണ്. മറ്റൊന്ന് സോഷ്യൽ മീഡിയ പ്രൈവസി. സോഷ്യൽ മീഡിയയിലെ ഫോട്ടോകൾ പരസ്പരം പങ്കുവതിനെ പറ്റിയും പാസ്വേഡുകൾ ഷെയർ ചെയ്യുന്നതിനെ പറ്റിയും മുൻകൂട്ടി ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് കരിയർ വളർച്ച. ഓരോരുത്തരുടെയും കരിയറിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്രമോഷനുകൾ, അപ്പോൾ ഉണ്ടായേക്കാവുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റിയൊക്കെ മുൻകൂട്ടി ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് പേരൻസിൻ്റെ ഇടപെടലാണ്. സ്വന്തം പേരൻസ് ആണെങ്കിൽ പോലും ദാമ്പത്യ കാര്യങ്ങൾ അവർക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്ന് പറ്റി ചർച്ച ചെയ്യേണ്ടതാണ്. മറ്റൊന്ന് വീട്ടുജോലി പങ്കിടലാണ്. പാചകം, വൃത്തിക തുടങ്ങിയ കാര്യങ്ങളിൽ ലിംഗഭേദമില്ലാതെ തുല്യമായി പങ്കിടാനുള്ള മനസ്സ് കാണിക്കുക. ഇനി മൂന്നാമത്തത് ആശയവിനിമയം. അതിലേറ്റവും പ്രധാനം തർക്കങ്ങൾ പരിഹരിക്കുക എന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സംസാരിക്കാതെ അല്ലെങ്കിൽ മാറി നിൽക്കാതെ എങ്ങനെ ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ചർച്ച ചെയ്യുക. മറ്റൊന്ന് മാനസിക ആരോഗ്യമാണ്. പരസ്പരമുള്ള മാനസിക സമ്മർദ്ദങ്ങൾ തുറന്ന് സംസാരിക്കുക. വേണ്ടി വന്നാൽ ഒരു കൗൺസിലർ സഹായം തേടാം. ചുരുക്കത്തിൽ മാറുന്ന കാലഘട്ടത്തിൽ ദാമ്പത്യത്തിൽ ഏറ്റവും പ്രധാനം ക്ലാരിറ്റി അല്ലെങ്കിൽ വ്യക്തതയാണ്. ഇത് നിങ്ങൾക്ക് സുദൃഢമായൊരു ബന്ധം കെട്ടിപ്പടുക്കാൻ സഹായിക്കും.